എല്ലാവർക്കും സ്വാഗതം. ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ പാർട്ട്ണറെ മാറ്റാൻ പറ്റുമോ? കേൾക്കുമ്പോൾ ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാമല്ലേ? പക്ഷേ അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, മനസ്സിന്റെ കണ്ണാടി. നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്താ? നമ്മുടെ പാർട്ട്ണറുടെ സ്വഭാവം തന്നെ, അല്ലേ? എന്തുകൊണ്ടാണ് അവർ ചില രീതിയിൽ പെരുമാറുന്നത്? നമുക്ക് ഒരു രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ പാർട്ട്ണറെപ്പറ്റി നിങ്ങൾക്കുള്ള പരാതികൾ, അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ 100% ശരിയാണോ? അതോ നമ്മൾ കാണാത്ത മറ്റെന്തെങ്കിലും ഒരു വശം അതിനുണ്ടോ? അപ്പോ ഇതാണ് ഈ മുഴുവൻ ആശയത്തിന്റെയും അടിത്തറ. ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് അവർ ശരിക്കും ആരാണെന്നുള്ളതല്ല, മറിച്ച് നമ്മൾ അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചിന്തകളുടെ ഒരു പ്രതിഫലനം മാത്രമാണ് അവരുടെ പെരുമാറ്റം. ശരിക്കും ഒരു വലിയ ആശയമല്ലേ ഇത്? ഇതിനെ നമുക്ക് മാനസിക പ്രതിഫലനം എന്ന് വിളിക്കാം. നിങ്ങളുടെ മനസ്സിനെ ഒരു അച്ച്, അതായത് ഒരു മോൾഡായിട്ടൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളുടെ പാർട്ട്ണറെക്കുറിച്ചുള്ള ഓരോ ചിന്തയും, അത് നല്ലതായാലും മോശമായാലും, നമ്മൾ ഈ അച്ചിലേക്കാണ് ഒഴിക്കുന്നത്. കാലം കഴിയുന്തോറും അവരുടെ സ്വഭാവവും വ്യക്തിത്വവും പതിയെ പതിയെ ആ അച്ചിന്റെ രൂപത്തിലേക്കങ്ങ് മാറും. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? വെറുതെ ചിന്തിച്ചാൽ ഒരാളുടെ സ്വഭാവം മാറുമോ? നമ്മുടെ ചിന്തകൾക്ക് എങ്ങനെയാണ് മറ്റൊരാളെ സ്വാധീനിക്കാൻ കഴിയുന്നത്? ഇതിന് പിന്നിൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു നിയമം പ്രവർത്തിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഇതൊരു പ്രപഞ്ച നിയമം പോലെയാണ്, വെറുതെ യാദൃഷ്ടികമായി സംഭവിക്കുന്ന ഒന്നല്ല. നമ്മുടെ ചിന്തകൾ എങ്ങനെ യാഥാർത്ഥ്യമായി മാറുന്നു എന്നതിനെ നിയന്ത്രിക്കുന്ന ഒരു നിഗൂഢമായ സൂത്രം, അല്ലെങ്കിൽ ഒരു ഫോർമുല ഇതിനു പിന്നിലുണ്ട്. ഈയൊരു ആശയത്തിന്റെ ഉറവിടം ഗുരുദേവന്റെ ഒരു സൂത്രത്തിൽ നിന്നാണ്. വളരെ ലളിതമായി അദ്ദേഹം പറയുന്നു, മനുഷ്യൻ അവന്റെ ചിന്തകളുടെ പ്രതിഫലനമാണ്. നമ്മൾ എന്താണോ ആഴത്തിൽ ചിന്തിക്കുന്നത്, അത് നമ്മളായിത്തീരുന്നു. നമ്മുടെ ചുറ്റുമുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് പങ്കാളിയുടെ കാര്യത്തിൽ, ഈ നിയമം വളരെ ശക്തമായി പ്രവർത്തിക്കും. ഇതൊരു ഉദാഹരണം വെച്ച് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ശ്രദ്ധയില്ലാത്തയാൾ എന്നൊരു ലേബൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് വെക്കുക. അപ്പോഴെന്ത് സംഭവിക്കും? നിങ്ങളുടെ ഈ ചിന്തയിൽ നിന്ന് ഒരു തരം മാനസിക തരംഗങ്ങൾ, അല്ലെങ്കിൽ വൈബ്സ്, അവരിലേക്ക് പോകും. രസം എന്താന്ന് വെച്ചാൽ, ഈ തരംഗങ്ങൾ അവരറിയാതെ തന്നെ അവരെക്കൊണ്ട് അശ്രദ്ധമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അപ്പോൾ ഫലത്തിലെന്തായി? നിങ്ങളുടെ ചിന്ത അവരുടെ പെരുമാറ്റമായി മാറി. അപ്പോ ഇതെല്ലാം കേട്ടിട്ട് നിരാശപ്പെടേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈയൊരവസ്ഥ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഉത്തരം തീർച്ചയായും പറ്റും. അതെങ്ങനെയാണെന്നല്ലേ? ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ നമുക്കിത് സാധ്യമാക്കാം. ഇതിന്റെ മുഴുവൻ കൺട്രോളും നിങ്ങളുടെ കയ്യിലാണ്. മാറ്റം തുടങ്ങേണ്ടത് അവരിലല്ല, നിങ്ങളിലാണ്. നിങ്ങളുടെ ചിന്തയുടെ ദിശ മാറ്റുന്ന ആ നിമിഷം മുതൽ, ഇന്നു മുതൽ തന്നെ ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് മാറ്റിമറിക്കാൻ തുടങ്ങാം. ചെയ്യേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ഒന്നാമതായി, അവരുടെ കുറവുകളെക്കുറിച്ച് പരാതി പറയുന്നതും ചിന്തിക്കുന്നതും പൂർണ്ണമായി നിർത്തുക. ആ പഴയ കഥയെന്ന് മറന്നേക്കുക. രണ്ടാമത്, നിങ്ങൾ അവരെ എങ്ങനെ കാണാനാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു രൂപം മനസ്സിൽ വ്യക്തമായി കാണുക. സ്നേഹമുള്ള, കേരങ്ങായ, ഉത്തരവാദിത്തമുള്ള ഒരാളായി. മൂന്നാമതായി, എല്ലാ ദിവസവും ഈ പുതിയ ചിത്രത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിൽ വിശ്വസിക്കുക. ഈയൊരു പരീക്ഷണം വിജയിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ പെരുമാറ്റത്തിലെ മാറ്റം മാത്രമല്ല, അതിലും വലുതാണ്. യാഥാർത്ഥ്യം തന്നെ സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെക്കുറിച്ചാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. നമുക്ക് ആ കണ്ണാടിയുടെ മറുപുറത്തേക്ക് ഒന്ന് നോക്കാം. ഇതാണ് ഈ മുഴുവൻ വിശകലനത്തിന്റെയും കാതൽ. നിങ്ങളുടെ ദർശനം മാറുമ്പോൾ അവരുടെ പ്രകടനം തനിയെ മാറും. അതായത് നിങ്ങൾ അവരെ കാണുന്ന രീതി, അതാണ് നിങ്ങളുടെ ദർശനം. ആ കാഴ്ചപ്പാട് നിങ്ങൾ മാറ്റുന്ന നിമിഷം അതിനനുസരിച്ച് അവരുടെ പെരുമാറ്റം, അതായത് പ്രകടനം, താനേ മാറും. നിങ്ങൾ അവരോട് മാറാൻ ആവശ്യപ്പെടുക പോലും വേണ്ട, അത് ഓട്ടോമാറ്റിക്കായി സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മുടെ മനസ്സ് വെറും ഒരു സാധാരണ കണ്ണാടിയല്ല. ഒരു സാധാരണ കണ്ണാടി എന്താ ചെയ്യാ? ഉള്ളത് ഉള്ളപടി കാണിച്ചു തരും, അത്രയുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സ് ഒരു മാന്ത്രിക കണ്ണാടി പോലെയാണ്. അതെന്തിനെയാണോ പ്രതിഫലിപ്പിക്കുന്നത്, അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റും. അത് പ്രതിഫലിപ്പിക്കുക മാത്രമല്ല, സൃഷ്ടിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഏത് സത്യം സൃഷ്ടിക്കാനാണ് നിങ്ങളെന്ന് തീരുമാനിക്കുന്നത്? നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിലൂടെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണോ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്, അതോ പരാതികളുടെയോ? ഇതിനെക്കുറിച്ച് ഒന്നാഴത്തിൽ ചിന്തിച്ചു നോക്കൂ.